കോടതി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് പ്രതി. അത്ര ക്രൂരതയാണ് കാണിച്ചത്. ഒരു തരത്തിലുള്ള ന്യായീകരണമോ സഹാനുഭൂതിയോ പ്രതി അർഹിക്കുന്നില്ല. ഈ ഒരു സൊസൈറ്റിയിൽ സമൂഹത്തിൽ ജീവിക്കാനായിട്ടുള്ള അർഹതയില്ല എന്നുള്ളത് പ്രതിയെ ബോധിപ്പിക്കാനായിട്ടും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടും ആ ഒരു വധശിക്ഷാ വിധിയെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം സമൂഹത്തിന് വളരെ റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള പങ്കാളികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ബന്ധങ്ങളിലുള്ള വിശ്വാസം കുറയ്ക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു ന്യൂസ് അനാലിസിസ് വീഡിയോ ആണ്. രണ്ട് പ്രധാനപ്പെട്ട കോടതി വിധികൾക്കായാണ് ഇന്ന് കാത്തിരുന്നത്. കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസിന്റെ വിധി, ഷാരോൺ രാജ് മർഡർ കേസിന്റെ വിധി. കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസിലെ പ്രതിക്ക് കോടതി കൊടുത്ത ശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു ശിക്ഷ ലഭിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മരണം വരെ ജീവപര്യന്തം. എന്നാൽ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് വധശിക്ഷയാണ്. ഈ വധശിക്ഷ കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസിലെ പ്രതിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ഒരു വിധികളിൽ വന്ന വ്യത്യാസം നിങ്ങൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന വളരെ ഉയർന്ന ഒരു ശിക്ഷ ലഭിക്കുന്ന സമയത്ത് എത്രത്തോളം തൃപ്തി അത് നൽകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ഡൗട്ട് എനിക്ക് അതിലുണ്ട്. കാരണം ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര കാര്യമായിട്ട് നടത്തി കണ്ടിട്ടില്ല. ഈ വധശിക്ഷ എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ്, അതിൽ വലിയ ഡിബേറ്റ് ഒക്കെ ഉണ്ട്. ഈ വധശിക്ഷ ശരിക്കും ഒരു വലിയ പണിഷ്മെന്റ് തന്നെയാണോ? ശരിക്കും തടവ് തന്നെയല്ലേ? ജീവപര്യന്തമല്ലേ? അല്ലെങ്കിൽ മരണം വരെ തടവല്ലേ ഏറ്റവും വലിയ ശിക്ഷ? അതൊരു വലിയ ഡിബേറ്റ് ഉള്ള ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ചിട്ട് മരണം എന്ന് പറയുന്നത് പല ആളുകൾക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ വരാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ അനുദിനം പല ആളുകളും മരണപ്പെടുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെ വായിച്ചതിന് ശേഷം വഴിയിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ തന്നെ പിടിപ്പ് കേടുകൊണ്ട് റോഡിലെ ഒരു കുഴി കൊണ്ട് എതിരെ വരുന്ന ഒരു വണ്ടിയുടെ ഇടി കൊണ്ട് നമ്മൾ മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആഭ്യന്തര കലാപങ്ങളിൽ ഇഷ്ടംപോലെ ആളുകൾ പല സംസ്ഥാനങ്ങളിലും മരണം വരിക്കുന്നുണ്ട്. ഇപ്പോൾ മണിപ്പൂരിലൊക്കെ എത്രയോ ആളുകൾ ക്രൂരമായി റേപ്പ് ചെയ്തും ബലാത്സംഗത്തിന് ഇരയായും ഒക്കെ മരണപ്പെടുന്നു. ഈ മരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഭാഗം ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫൈറ്റായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് ഇന്ത്യയുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജീവിതാവസ്ഥയിൽ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളിൽ നമുക്ക് മരണം എന്ന് പറയുന്നത് വളരെ പേടിയുള്ള, ഒരാളുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് വലിയ നഷ്ടമുള്ള ഒരു ചിന്തയാണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈമിൽ ഏർപ്പെടുന്ന പല ആളുകൾക്കും ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ഒരു സമീപനമുണ്ട്. കാരണം മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ സാധ്യതകൾ തുറക്കപ്പെടും. ജീവിക്കാൻ വലിയ കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്താണ് പല ആളുകളും ക്രൈമിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു സമീപനത്തോടെ നിൽക്കുന്ന ആളുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശിക്ഷ തന്നെയാണോ ഇന്ത്യയിൽ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇനി ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസിനെ കുറിച്ചിട്ട് പറയാം. അതാണ് ഏറ്റവും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഒരു 60 സെക്കൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ആ ഒരു മൃതദേഹത്തിൻ്റെ അവസ്ഥ അതിഭീകരമായിരുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. ജീവനോടെ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇരയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. കണ്ണിൽ നിന്ന് ചോരയൊലിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. കാലുകൾ പല മടങ്ങ് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു. ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുന്ന സമയത്ത് പ്രതി കാലുകൾ ഒടിച്ച് മടക്കിയാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതിനുശേഷം ക്രൂരമായിട്ടുള്ള മർദ്ദനം. ആ ഒരു മർദ്ദനത്തിന് ശേഷമാണ് ആ ഒരു ജൂനിയർ ഡോക്ടർ മരണപ്പെടുന്നത്. ക്രൂരമായിട്ടുള്ള ക്രൈമാണ്. ഒരു തരത്തിലുള്ള മനുഷ്യനെന്നുള്ള പരിഗണനയും അർഹിക്കാത്ത പ്രതിയാണ്. ആ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ജയിലുകളുടെ അവസ്ഥ കേരളത്തിലെ ജയിലുകളുടെ ഇതിന് സമാനമല്ല. മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ ചർച്ചയ്ക്ക് തന്നെ ഇല്ല. ആ ഒരു ജയിലുകളിൽ അവസാന കാലം വരെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനോടൊപ്പം തന്നെ വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രതി അവിടെ ഒടുങ്ങി തീരുമല്ലോ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഷാരോൺ രാജ് മർഡർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള മർഡർ ആയിരുന്നു. അത്യപൂർവങ്ങളിൽ ഒന്ന് എന്ന് പലയിടത്ത് പരാമർശം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ കൊൽക്കത്ത റേപ്പ് കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യപൂർവങ്ങളിൽ ഒന്നല്ല. ഈ സ്ത്രീകൾ വശീകരിച്ച് വിളിച്ച് വിഷം കൊടുക്കുന്ന കഥകൾ ചരിത്രാധികാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. പല ക്രൈമുകളും അത്തരത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പ്രതികളായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മർഡർ കേസുകൾ നിലവിലുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി തന്നെ 2 സ്ത്രീകൾക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ആളാണ് ഗ്രീഷ്മ, ആദ്യത്തെ ആൾ റഫീഖ ബീവിയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോർട്ട് ആൻഡ് ജഡ്ജ് AM ബഷീർ ആണ് ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. റഫീഖ ബീവിക്കും വധശിക്ഷ വിധിച്ചത് അദ്ദേഹമാണ്.
ഈ ഒരു കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ അല്ലെങ്കിൽ പ്രായം എന്നിവ ഈ ഒരു ക്രൈമിൽ, ഈ ഒരു ക്രിമിനാലിറ്റിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നീതിന്യായ വ്യവസ്ഥിതിയിൽ ആളുകൾക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് കോടതി ഈ ഒരു കേസിൽ എടുത്തത്. വധശിക്ഷ എന്ന് പറയുന്നത് മേൽക്കോടതികളിൽ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതിൽ വലിയ കാര്യമായിട്ടുള്ള ഡൗട്ട് എല്ലാ ആളുകൾക്കും ഉണ്ട്. എനിക്കും അത് കാര്യമായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കൊലപാതക പരമ്പര നടത്തിയ സ്ത്രീകൾ വരെ ഉണ്ട്. ഇപ്പോൾ ജോളിയുടെ കേസ് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു കേസാണ്. ജോളി കുടുംബാംഗങ്ങളെ അടക്കം എത്ര ആളുകളെയാണ് വിഷം കൊടുത്തു വന്നത്. തെളിവുകളുടെ അഭാവം ആ ഒരു കേസിലും കാര്യമായി തന്നെ ഉണ്ട്. ഇപ്പോൾ ഷാരോൺ താജ് മർഡർ കേസിലെ ഗ്രീഷ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊലപാതക പരമ്പരയല്ല, എന്നാൽ സമാനമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ്. വിഷം കൊടുത്താണ് കൊന്നത്. കോടതി വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തത് വളരെ സ്നേഹത്തോടെ വിളിച്ച് വശീകരിച്ച് വീട്ടിലേക്ക് വിളിച്ച് വിഷം കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെയധികം പ്രതീക്ഷയോടെ പ്രണയിക്കുന്ന കാമുകന് വിഷം കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് എന്ന് പറയുമ്പോഴും കോടതി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് പ്രതി. അത്ര ക്രൂരതയാണ് കാണിച്ചത്. ഒരു മനുഷ്യനായിട്ട് പോലും കൺസിഡർ ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ചെയ്തത്. ഒരു തരത്തിലുള്ള ന്യായീകരണമോ സഹാനുഭൂതിയോ പ്രതി അർഹിക്കുന്നില്ല. ഈ ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ജീവിക്കാനായിട്ടുള്ള അർഹതയില്ല എന്നുള്ളത് പ്രതിയെ ബോധിപ്പിക്കാനായിട്ടും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടും ആ ഒരു വധശിക്ഷാ വിധിയെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ശിക്ഷ നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കേസിൽ കോടതി നടത്തിയ ചില പരാമർശങ്ങളാണ്, കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം സമൂഹത്തിന് വളരെ റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള പങ്കാളികൾക്ക്, അല്ലെങ്കിൽ ആളുകൾക്ക് ബന്ധങ്ങളിലുള്ള വിശ്വാസം കുറയ്ക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് ഈ വധശിക്ഷയെ ബഹുമാനപ്പെട്ട കോടതി കണ്ടത്. അങ്ങനെ ഒരു ശിക്ഷ അവിടെ പ്രതിക്ക് കോടതി കൊടുക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമായിട്ട് കൊടുക്കുമെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നത്, ലീഗൽ സർക്കിളുകളിൽ അങ്ങനെയുള്ള ഒരു ചർച്ച വരുന്നത്? ബഹുമാനപ്പെട്ട കോടതി വധശിക്ഷ കൊടുത്തത് ആ ഒരു കേസിന്റെ ആ ഒരു ക്രൂവൽറ്റിയുടെ ഗ്രാവിറ്റി കണക്കിലെടുത്താണ്. വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് ഒരു മെസ്സേജ് കൂടിയാണ്. ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ഈ തെളിവുകളുടെ ചില അഭാവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഷാരോൺ താജ് മർഡർ കേസിലാണെങ്കിലും പോലീസ് അന്വേഷണ സംഘം കോടതി കൺസിഡർ ചെയ്യപ്പെടുമോ എന്നുള്ള സംശയത്തിൽ സബ്മിറ്റ് ചെയ്ത ചില തെളിവുകളൊക്കെ ഉണ്ട്. ആ ഒരു തെളിവുകളൊക്കെ ഹയർ കോടതിയിലേക്ക് വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു കേസിലെ ക്രൈമിന്റെ ഗ്രാവിറ്റി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്ത ഒരു ചെറിയ ബൈറ്റ് ഒന്ന് കേൾപ്പിക്കാം. ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നമ്മൾ 307 വകുപ്പിന്റെ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് ഇത് ഒരു എപ്പോഴും നമ്മൾ അപ്പോഴും തന്നെ അന്വേഷണം ചാർജ് ചെയ്ത് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് എപ്പോഴും അത് കോടതി ഇത് പരിഗണിക്കുമെന്നും കോടതി ഇത് ഒരു ആന്റിസിഡന്റ് ആയിട്ട് കാണുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അന്ന് കോടതി ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ വിധിയിൽ പൂർണ്ണമായി സംതൃപ്തരാണ്. കാരണം പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള പോലീസിനെ അഭിനന്ദിക്കുക കൂടി ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെയധികം അഭിമാനത്തോടെയാണ് ഈ കേസ് കാണുന്നത്. പലപ്പോഴും പല കേസിലും ഇതുപോലെ സെഷൻസ് കോടതി വധശിക്ഷയൊക്കെ വിധിക്കുന്ന സമയത്ത് ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ അത് ഇളവ് ചെയ്ത് കിട്ടുന്നത് അത് കോടതി ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ആവുന്നത് കൊണ്ടല്ല. തെളിവുകൾ എന്ന് പറയുന്നത്, കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് ആയിട്ട് അവിടെ പഠന വിധേയമാക്കുന്നത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നിയമബോധമില്ലാതെ സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കോടതി പ്രതിയെ വെറുതെ വിടും, കോടതി പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കും, കോടതി വധശിക്ഷ റദ്ദ് ചെയ്യും. കോടതിക്ക് എന്താണ് വധശിക്ഷ കൊടുത്താൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, തെളിവുകൾ, പോലീസിൻ്റെ അന്വേഷണം അതിനെയൊക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്ത് ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഒരു ജഡ്ജിന്, ഒരു കോടതിക്ക് സാധ്യമായത്. അന്വേഷണം പ്രോപ്പറല്ല, എവിഡൻസ് പ്രോപ്പറല്ല, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാനായിട്ട് നിരവധി പഴുതുകളുള്ള ഒരു അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോടതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കോടതിക്ക് ജനങ്ങളുടെ വികാരത്തെ മാനിച്ചിട്ട് ഒരു വധശിക്ഷയോ ലൈഫ് ഇംപ്രസ്മെന്റോ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അന്വേഷണം വളരെ ഭംഗിയായിട്ട് നടന്നെങ്കിൽ മാത്രമേ, പഴുതടച്ചിട്ടുള്ള അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു നീതി കോടതിയിൽ നിന്നിട്ട് ലഭിക്കത്തുള്ളൂ. ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു കേസിന്റെ ഫാക്ട്സ് ആയിരിക്കും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുക. ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും പല അഭിഭാഷകരും അഭിപ്രായപ്പെട്ട് കേട്ടിട്ടുണ്ട്, ജഡ്ജസ് പലപ്പോഴും മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ വീഴുന്നു, ജനവികാരത്തെ കൂടുതലായി മാനിക്കുന്നു. എന്നാൽ ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതലായിട്ട് തന്നെ പഠനവിധേയമാക്കുകയും പലപ്പോഴും പല കേസുകളിലും അന്വേഷണ റിപ്പോർട്ട്, അന്വേഷണം എന്ന് പറയുന്നത് കാര്യക്ഷമമല്ല എന്നുണ്ടെങ്കിൽ പ്രതികൾക്ക്
ശിക്ഷയിൽ ഇളവ് ഒക്കെ ലഭിക്കുകയും ചെയ്യും. പലപ്പോഴും ഇത്തരത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന കേസുകൾ വരുന്ന സമയത്ത് ആളുകൾ പലവിധ അഭിപ്രായങ്ങൾ പറയും, പലതരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ നടത്തും. പക്ഷേ കോടതിയിൽ ഫാക്ട്സ് ആണ് കൺസിഡർ ചെയ്യപ്പെടുക. ഇപ്പോൾ സ്ത്രീകൾ പ്രതികളായിട്ടുള്ള കേസ്, പുരുഷന്മാർ പ്രതികളായിട്ടുള്ള കേസ്, അങ്ങനെയുള്ള രീതിയിലൊന്നും ഒരു ക്രൈമിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ടുള്ള കൺസിഡറേഷൻ ഒന്നും പ്രതികൾക്ക് കിട്ടില്ല. ഈ ജഡ്ജസും അതേപോലെ തന്നെ അഭിഭാഷകരും പോലീസുകാരും ഒക്കെ നമ്മളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അവർ വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ ഒരു പ്രതിക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട് പോലീസുകാർ കണഞ്ഞ് പരിശ്രമിക്കുകയും അവിടെ പ്രോസിക്യൂഷൻ കാര്യമായിട്ട് വാദിക്കുകയും ജഡ്ജ് ആ ഒരു ഫാക്സിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നിർണ്ണയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നീതി നടപ്പിലാവുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗം ആളുകൾ കാര്യക്ഷമമല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നീതി അവിടെ നടപ്പിലാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാദങ്ങളുണ്ടായ, പ്രഖ്യാപനങ്ങളുണ്ടായ ഒരു കാര്യമാണ് പുരുഷാവകാശ കമ്മീഷൻ വേണം, കേസുകൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല പുരുഷ പോലീസുകാരും നല്ല പുരുഷ അഭിഭാഷകന്മാരും നല്ല ജഡ്ജസും ഉണ്ടായാൽ പോരെ? പുരുഷാവകാശ കമ്മീഷനാണോ വേണ്ടത്? ഒരു ലീഗൽ അവയർനെസ് അല്ലേ ആളുകൾക്ക് വേണ്ടത്? ഒരു ആൾ ഒരു കേസിൽ പ്രതിയാവുന്ന സമയത്ത് ആ ഒരു അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തി അയാൾ പ്രതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള നിയമ സംവിധാനമാണ്. നമ്മൾ ആ ഒരു റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ മുകളിൽ നിന്നിട്ട് വെറുതെ സമരം ചെയ്തു കഴിഞ്ഞാൽ ഒരു കേസിലെ ഫാക്സിൽ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ? ഇല്ല. കോടതി ആ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കേസുകളിൽ വൈകാരിക തലങ്ങൾക്കപ്പുറം ഒത്തിരിയധികം ലീഗാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഷാരോൺ രാജ് മർഡർ കേസിലും ഞാൻ ആഗ്രഹിച്ച എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരേണ്ടിയിരുന്ന വിധി എന്ന് പറയുന്നത് മരണം വരെയുള്ള ജീവപര്യന്തമായിരുന്നു. ഈ വധശിക്ഷ എന്ന് പറയുമ്പോൾ സിനിമകളിൽ കേൾക്കാൻ കാതിന് ഇമ്പമുള്ളതാണ് എന്നുണ്ടെങ്കിലും കോടതി വിധിയെ ബഹുമാനിക്കേണ്ടതാണ്, അതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലീഗാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും നമ്മുടെ മനസ്സിൽ വലിയ സംശയങ്ങൾ ജനിപ്പിക്കുന്ന, ചെറിയ രീതിയിൽ ഒരു മടുപ്പുളവാക്കുന്ന സംഗതിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.